ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിഹൈൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബിഹൈൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോണേന്ന്. മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്, ചലനത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചലനത്തിൻ്റെ പിന്നിൽ എന്താണ് കാര്യം, എങ്ങനെയാണ് നമുക്ക് ചലിക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ മൂവ്മെൻറ്റിന് കൈയും കാലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ബാക്കിയുള്ള ഓർഗാനിസംസ്, ഇൻ ദ കേസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒക്കെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. മൂവ്മെൻറ്റിന് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് പോകാം. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഞാൻ തന്നിട്ടുണ്ട് ആ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ട് അത് ഒബ്സർവ് ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് കാണുന്നുണ്ട്. ആ ഓർഗാനിസംസ് ആണ് നമ്മുടെ ഭൂമിനെ മനോഹരാക്കുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി. അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഇവിടെ കാണുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിന് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്നേക്ക് കാണാം നമുക്ക്. അതേപോലെ തന്നെ ഇവരൊരു സ്ക്യൂറൽ കാണാം, അണ്ണാൻ കാണാം. പിന്നെ ഇവിടെ ഒരു മുയൽ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു മണ്ണിര കാണാം അല്ലേ. പിന്നെ ഒരു ബട്ടർഫ്ലൈ കാണാം. ഇവിടെ ഓരോരുത്തരുടെയും കേസിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മുയലും അതേപോലെ തന്നെ ബട്ടർഫ്ലൈയും നോക്കുകയാണെങ്കിൽ ബട്ടർഫ്ലൈക്ക് വിങ്സ് ആണ് മൂവ്മെൻറ്റിനുള്ളത്. പക്ഷെ മുയലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവയ്ക്ക് കാലുകളാണ് മൂവ്മെൻറ്റിനുള്ളത്. അപ്പോൾ ഓരോ ഓർഗാനിസം മാറുന്നതിനനുസരിച്ച് അവരുടെ എന്തും മാറുന്നുണ്ട്, അവരുടെ മൂവ്മെൻറ്റിന് വേണ്ട സ്ട്രക്ചറും മാറുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കൂടുതലൊന്നും മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലോട്ടേക്ക് പോകാം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയാനായിട്ട് നിങ്ങൾക്കില്ല. ഇനി ഈ ഒരു പേജിൽ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ലോകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് പോകുക എന്നുള്ളത് മാത്രമല്ല മൂവ്മെൻറ്റിൽ വരാം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അങ്ങനെ മൂവ്മെൻറ്റ്സിന് കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ ഡയഗ്രാം എന്ന് പറയുന്നത്, ഈ കാണുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ അമീബ ഇല്ലേ, അമീബ ഒരു മൈക്രോ ഓർഗാനിസമാണ് അമീബ. ഈ മൈക്രോ ഓർഗാനിസം ഈ കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമ്മുടെ ഫുഡ് പാർട്ടിക്കിളാണ്. അമീബ ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിക്കിളാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം അമീബ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അമീബ ഫുഡ് ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, മൂവ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അമീബ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത് ഒരു മൂവ്മെൻറ്റിന് എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അമീബ ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അമീബയ്ക്ക് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അമീബയുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് അമീബ അതിൻ്റെ ഉള്ളിലോട്ടേക്കുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് എൻഗൾഫ് ചെയ്യുന്നുണ്ടാവുക, വിഴുങ്ങുന്നുണ്ടാവുക. അപ്പോൾ അമീബയുടെ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ സ്യൂഡോപോഡിയ എന്നാണ് വിളിക്കുക. അപ്പോൾ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് അമീബ അതിൻ്റെ ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുന്നത്. അപ്പോൾ അമീബ അതിൻ്റെ ഫുഡ് പാർട്ടിക്കിൾസിനെ എടുക്കുന്നത് എന്തിന് എക്സാമ്പിളാണ്, ഒരു മൂവ്മെൻറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേഷൻ്റെ സമയത്ത്, ശ്വസനത്തിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് രണ്ടാമത്തെ പിക്ചറിൽ കാണാൻ പറ്റുക.
അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ലിഫ്റ്റ് ചെയ്യുന്നതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം താഴത്തോട്ടേക്ക് വരുന്നതും കാണിച്ചിട്ടുണ്ട്, ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം മുകളിലോട്ട് പോകുന്നതും കാണിച്ചിട്ടുണ്ട്. ഇൻസ്പയറേഷൻ്റെ സമയത്തും എക്സ്പയറേഷൻ്റെ സമയത്തും നടക്കുന്ന രണ്ട് സിസ്റ്റംസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഫോട്ടോട്രോഫിസം. ഫോട്ടോട്രോഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മുടെ പ്ലാന്റ്സ് ആ ലൈറ്റ് കിട്ടുന്ന അടുത്തോട്ടേക്ക് കൂടുതലും വളരുന്നതിനെയാണ് നമ്മൾ ഫോട്ടോട്രോഫിസം എന്ന് വിളിക്കുക. അപ്പോൾ ആ ഫോട്ടോട്രോഫിസത്തിൻ്റെ പിക്ചറാണ് നമുക്ക് മൂന്നാമത് തന്നിട്ടുള്ളത്. ഫോർത്ത് വൺ ഈസ് പ്രിഡേറ്ററി അറ്റാക്കാണ്. അതായത് നമ്മുടെ മാൻ പുലിനെ കണ്ടിട്ട് ഓടിപ്പോകുന്നതും ഒരു മൂവ്മെൻറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് നാലും മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിൾ ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ അമീബ ഫുഡ് കളക്ട് ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ റെസ്പിറേഷൻ്റെ സമയത്ത് നമ്മുടെ ഡയഫ്രം ഉൾപ്പെടുന്ന ഭാഗം ലിഫ്റ്റ് ചെയ്യുന്നതാണ്. തേർഡ് വൺ ഈസ് ഫോട്ടോട്രോപ്പിസം. ഫോർത്ത് വൺ ഈസ് പ്രിഡേറ്ററി അറ്റാക്കാണ് നമുക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ചുറ്റും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിന് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിനുള്ള മൂവ്മെൻറ്റ്സ് അല്ല മാക്രോസ്കോപ്പിക് ഓർഗാനിസത്തിനുള്ളത്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും ശരീരത്തിന് പുറത്തും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ നീഡിനനുസരിച്ച് വേരിയസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വേരിയസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് ഓരോ ഓർഗാനിസത്തിനും ഉള്ളത്. ഓക്കെ അല്ലേ? ഓരോ ഓർഗാനിസത്തിനും വേരിയസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ നമുക്ക് വിസിബിൾ ആകാം, ചിലപ്പോൾ നമുക്ക് ഇൻവിസിബിൾ ആകാം. പക്ഷെ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള അഡാപ്റ്റേഷൻ അനുസരിച്ച് ഇതെന്ത് ചെയ്തിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും ഓരോ ടൈപ്പ് മൂവ്മെൻറ്റ്സ് ആണ്. ഇനി പറയാൻ പോകുന്ന ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് കാണിച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇതിൽ നിന്ന് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഇത് വളരെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് ലിവിങ് വേൾഡിൽ കാണുന്ന മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അതിൽ മൈക്രോ ഓർഗാനിസംസ് നടത്തുന്ന മൂവ്മെൻറ്റ്സ്, അനിമൽസ് നടത്തുന്ന മൂവ്മെൻറ്റ്സ്, പ്ലാന്റ്സ് നടത്തുന്ന മൂവ്മെൻറ്റ്സ്, ഇത്രയും മൂവ്മെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ മൈക്രോ ഓർഗാനിസംസ് നടത്തുന്ന മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ ഓർഗാനിസംസ് നടത്തുന്ന മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് 3 ടൈപ്പ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് പഠിക്കാനുള്ളത്. ഒന്ന് ബാക്ടീരിയ, സെക്കൻഡ് വൺ ഈസ് അമീബ, തേർഡ് വൺ ഈസ് പാരമീസിയം. ഇത് 3 ഏതൊക്കെ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. ബാക്ടീരിയ, അമീബ, പാരമീസിയം, ഇത് 3 എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഏത് സ്ട്രക്ചർ വെച്ചിട്ടാണ് മൂവ് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയ. ബാക്ടീരിയയ്ക്ക് ഫ്ലജെല്ല എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, ഫ്ലജെല്ല. ഈ ഫ്ലജെല്ല എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ബാക്ടീരിയ മൂവ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പടം കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതൊരു ബാക്ടീരിയ ആണെന്ന് വിചാരിക്കാം. ഈ ബാക്ടീരിയയുടെ സെൽ വോളിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇങ്ങനെ നമ്മുടെ ചാട്ടവാറൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു സ്ട്രക്ചർ കാണും. ഇങ്ങനെ ഒരു ചാട്ടവാറ് പോലെയുള്ളൊരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫ്ലജെല്ല എന്ന് വിളിക്കുക. ഈ ഒരു സ്ട്രക്ചറെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലജെല്ല. ഈ ഫ്ലജെല്ല നമ്മൾക്കറിയാം ഇതൊക്കെ വെള്ളത്തിൽ കാണുന്ന ഓർഗാനിസംസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഫ്ലജെല്ല, ബാക്ടീരിയ ഫ്ലജെല്ല ഉപയോഗിച്ചിട്ട്, അതായത് വെള്ളത്തിൽ ഫ്ലജെല്ല ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ അടിക്കും. അങ്ങനെ അടിച്ചടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാക്ടീരിയ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയ മൂവ് ചെയ്യുന്നത് അവരുടെ ഫ്ലജെല്ല എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്ട്രക്ചറാണ് നമ്മുടെ അടുത്ത ഓർഗാനിസമാണ് അമീബ. അമീബ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അമീബ സ്യൂഡോപോഡിയ ഉപയോഗിച്ച് എന്ത് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്, സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട്. അപ്പം നമ്മൾ അമീബയുടെ
ഡയഗ്രാം നേരത്തെ കണ്ടതാണ്. ആ ഡയഗ്രാം തന്നെ നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ അമീബ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ അമീബ. അമീബയുടെ ഈ ഒരു ചെറിയ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തിനെ മൂവ് ചെയ്തിട്ടാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്നാണ് വിളിക്കുക. ഈ ഭാഗം ഷേപ്പ് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഉള്ളിലോട്ടേക്ക് എടുക്കുന്നത് ഫുഡിനെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അതിനെ നമ്മൾ സ്യൂഡോപോഡിയ എന്നാണ് വിളിക്കുക. ആ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുഡ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നത്, എൻഗൾഫ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അമീബയ്ക്ക് സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് പാരമീസിയം. പാരമീസിയം എന്ന് പറയുന്നത് സീലെ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രക്ചർ വെച്ചിട്ടാണ് പാരമീസിയം എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ പാരമീസിയം മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട്. ഞാൻ പാരമീസിയത്തിൻ്റെ ഡയഗ്രാം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ പാരമീസിയം. ഓക്കെ, ഈ പാരമീസിയം നോക്കിയാൽ നമ്മുടെ ചെരുപ്പിൻ്റെ അടിഭാഗം കണ്ടിട്ടില്ലേ, നമ്മുടെ എല്ലാവരും ചെരുപ്പ് ഉപയോഗിക്കുന്നതാണ്. ചെരുപ്പിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ അടിഭാഗം പോലെ ഏകദേശം നമ്മളെ പാരമീസിയത്തിൻ്റെ ഷേപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പാരമീസിയത്തിനെ വിളിക്കുന്ന പേരാണ് സ്ലിപ്പർ അനിമൽക്യൂൾ എന്ന് നമ്മൾ പാരമീസിയത്തിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പാരമീസിയത്തിൻ്റെ പുറത്തിങ്ങനെ നമ്മുടെ ഹെയർ പോലെയുള്ള ഏകദേശം ചെറിയ ചെറിയ സ്ട്രക്ചർ ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഹെയർ പോലെ കാണുന്ന സ്ട്രക്ചർ, ഹെയർ പോലെ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ, ഈ പുറത്ത് കാണുന്ന ഇങ്ങനെ ഹെയർ പോലെ കാണിച്ചിട്ടില്ലേ, ഈ ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറാണ് നമ്മുടെ സീലിയ. ഈ കാണുന്ന സ്ട്രക്ചറാണ് നമ്മുടെ സീലിയ. ഈ സീലിയാണ് പാരമീസിയത്തിൽ എന്തിനു സഹായിക്കുന്നത്, മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നമ്മുടെ തുഴ കണ്ടിട്ടില്ലേ, വഞ്ചിയിലൊക്കെ പോകുമ്പോൾ വഞ്ചി തുഴയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതേപോലെ നമ്മുടെ സീലിയ ഇങ്ങനെ ഇട്ട് വെള്ളത്തിലിട്ട് അടിക്കും. അങ്ങനെയാണ് നമ്മുടെ പാരമീസിയത്തിന് മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കേസിൽ നമ്മൾക്ക് 3 ഓർഗാനിസംസ് ആണ് പഠിക്കേണ്ടത്. എന്തായാലും എക്സാമിന് ചോദിക്കും, വളരെ കൃത്യമായിട്ട് പഠിക്കുക. ബാക്ടീരിയ നമുക്കറിയാം ഫ്ലെജെല്ലയാണ്. അമീബ നമുക്കറിയാം സ്യൂഡോപോഡിയ ആണ്. അമീബ സ്യൂഡോപോഡിയ, പാരമീസിയം, സീലിയ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ അനിമൽസിൻ്റെ കേസിലാണ്. അനിമൽസിൽ മൂവ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പാർട്ട് മൂവ് ചെയ്തു അല്ലെങ്കിൽ പൊസിഷനൊക്കെ മാറ്റി എന്നുള്ളത് മാത്രം മൂവ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മുടെ അനിമൽസ് ആണെന്നുണ്ടെങ്കിലും അനിമൽസിനെ നോക്കുകയാണെങ്കിൽ സ്പേമിൻ്റെ മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ പെരിസ്റ്റാൾസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ നടക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് പെരിസ്റ്റാൾസിസ്. അതേപോലെ തന്നെ ഹേർട്ട് ബീറ്റ്, അതേപോലെ തന്നെ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, വാക്കിങ്, റണ്ണിങ്, ജമ്പിങ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നമ്മുടെ അനിമൽസിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ അനിമൽസിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ വേരിയസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ഒന്നും നമ്മുടെ പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്കറിയാം പ്ലാന്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിലും പ്ലാന്റ്സ് നടത്തുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷൻ ഒരെണ്ണത്തിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ സ്റ്റിമുലസിനനുസരിച്ചിട്ട് അവരുടെ പ്ലാന്റിൻ്റെ പാർട്ട് മാറ്റുന്നതും എന്തിന് എക്സാമ്പിളാണ്, നമ്മുടെ മൂവ്മെൻറ്റിന് എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഫോട്ടോട്രോഫിസം എന്ന് പറയുന്നത്. ഫോട്ടോട്രോഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സൺലൈറ്റിനനുസരിച്ച് നമ്മുടെ പ്ലാന്റിൻ്റെ പാർട്ട് സൺലൈറ്റിൻ്റെ അടുത്തേക്ക് വളരുന്നതാണ് നമ്മുടെ ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫോട്ടോട്രോപ്പിസം. അപ്പം അതൊക്കെ പ്ലാന്റ്സ് നടത്തുന്ന മൂവ്മെൻറ്റിന് എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കോമൺ ആയിട്ട് കാണുന്നത്, എല്ലാ ഓർഗാനിസത്തിലും കോമൺ ആയിട്ട് കാണുന്ന മൂവ്മെൻറ്റ്സ്. അത് നമുക്കറിയാം, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ന്യൂട്രിയൻസ്, അതേപോലെ തന്നെ വേസ്റ്റ് ഒക്കെ പുറത്തോട്ടേക്ക് കളയുക. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന എല്ലാവരിലും കാണുന്ന മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കേസ്. അതിൽ ബാക്ടീരിയ, ഫ്ലെജെല്ല ഉപയോഗിച്ചിട്ട്, അമീബ സ്യൂഡോപോഡിയ വെച്ചിട്ട്, പാരമീസിയം, സീലിയ വെച്ചിട്ട്, ഇത് 3ഉം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലോട്ടേക്ക് പോവാം.
ഓക്കെ, ഇത് നമ്മുടെ എന്ന് പറയുന്നത് പ്ലാന്റിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്, അനിമൽസിൽ എങ്ങനെയാണ് നടക്കുന്നത്, കോമൺ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഓർഗാനിസത്തിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഏത് ടൈപ്പ്, എങ്ങനെയാണ് അവർ മൂവ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഇത് വെച്ചിട്ടാണ് അവർ മൂവ് ചെയ്യണതെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ഞാൻ പറഞ്ഞു പാരമീസിയം. ഈ ഫിഗർ തന്നു കഴിഞ്ഞാൽ അത് ഏത് ജീവിയാണെന്ന് മനസ്സിലാവണം നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് പാരമീസിയം. പാരമീസിയം ഞാൻ പറഞ്ഞു സീലിയ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സീലിയ വെച്ചിട്ടാണ് അവർ നമ്മുടെ മൂവ്മെൻറ്റ് നടത്തുന്നത്. സെക്കൻഡ് വൺ ഈസ് യുക്ലീന. യുക്ലീന എന്ത് വെച്ചിട്ടാണ്, നമ്മുടെ ഫ്ലജെല്ല വെച്ചിട്ടാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ നൂല് പോലത്തെ കാണുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇത് ത്രെഡ് പോലത്തെ കാണുന്നത്, അതിനെയാണ് നമ്മൾ ഫ്ലജെല്ല. ഫ്ലജെല്ല വെച്ചിട്ടാണ് യുക്ലീന എന്ത് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് നടത്തുന്നത്. അടുത്താണ് നമ്മുടെ ഫിഷസിന് നോക്കിക്കഴിഞ്ഞാൽ ഫിഷിൽ ഇങ്ങനെ ചെറിയ നമ്മൾ മീനൊക്കെ നന്നാക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫിഷസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ഫിൻസ് ഉണ്ട്. ഫിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഫിൻസ്. ഇതൊരു ഫിന്നാണ്, ഇതൊരു ഫിന്നാണ്, ഇതൊരു ഫിന്നാണ്, ഇതൊരു ഫിൻ, ഇത് ഫിൻ. ഇങ്ങനെ ഫിൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫിഷസ് എന്ത് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷസിൽ ഫിൻസ് വെച്ചിട്ടാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രോഗ്. ഫ്രോഗിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രോഗ്സിൽ എന്താണ്, ഹൈൻഡ് ലിംസ് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. അടുത്താണ് നമ്മുടെ വെയിൽ, തിമിംഗലം. തിമിംഗലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടോ, ഈ കാണുന്ന സ്ട്രക്ചർ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലിപ്പേഴ്സ്. ഈ ഫ്ലിപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് തിമിംഗലം എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈസ് ബേർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബേർഡ് വിങ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചൊരു ടേബിളും കൂടി തന്നിട്ടുണ്ട്. ആ ടേബിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് മൂവ്മെൻ്റ് ആണ് ഓർഗാനിസംസ് നടത്തുന്നതെന്ന് ജസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ബാക്ടീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലജെല്ല വെച്ചിട്ടാണെന്ന്. അപ്പോൾ ബാക്ടീരിയയും പിന്നെ ഫ്ലജെല്ല വെച്ച് വഴി തന്നെ മൂവ്മെൻറ്റ് നടത്തുന്ന വേറൊരു ഓർഗാനിസമാണ് യുക്ലീന. അപ്പോൾ അതും കൂടി നിങ്ങൾ അതിനോടൊപ്പം പഠിച്ചു വയ്ക്കുക. യുക്ലീനയും ഫ്ലജെല്ല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അടുത്തതാണ് അമീബ. അമീബ എന്ത് വെച്ചിട്ട്, ആ സ്യൂഡോപോഡിയ വെച്ചിട്ട്. ഹൈഡ്ര ടെൻഡിക്കിൾസ് വെച്ചിട്ടാണ്. നമുക്കറിയാം ഹൈഡ്ര, ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഹൈഡ്ര എന്ന് പറയുന്നത് ഹൈഡ്ര എന്ന് പറയുന്നത് വെള്ളത്തിൽ കാണുന്ന ഒരു ഓർഗാനിസമാണ്. അതായത് പോയിസണസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഹൈഡ്ര എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഹൈഡ്ര വരച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പെർഫെക്റ്റ് ആവില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരച്ചു തരുന്നതാണ് നമ്മുടെ ഹൈഡ്ര. ഹൈഡ്രയുടെ മൗത്ത് പാർട്ടാണ് ഇവിടെ. ഈ മൗത്ത് പാർട്ടിന് ചുറ്റുമായിട്ട്, ഹൈഡ്രയുടെ മൗത്ത് പാർട്ടിന് ചുറ്റുമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഹൈഡ്രയുടെ മൗത്ത് പാർട്ടിന് ചുറ്റുമായിട്ട് ഇങ്ങനത്തെ കുറേ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻഡക്കിൾസ്. ഈ ടെൻഡക്കിൾസിൽ പോയിസണായിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷെ ആ ടെൻഡക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻഡക്കിൾസ്. ഈ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹൈഡ്രയിൽ മൂവ്മെൻറ്റ് നടത്തുന്നത് ടെൻഡക്കിൾസ് വഴിയാണ്. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ടെൻഡക്കിൾസ് എന്ന് വിളിക്കുക. ആ ടെൻഡക്കിൾസ് വഴിയാണ് ഹൈഡ്രയിൽ എന്ത് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അടുത്തതാണ് നമ്മുടെ എർത്ത് വോം. എർത്ത് വോമിൽ സീറ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് എർത്ത് വോംസ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഓരോ ഓർഗാനിസംസും എങ്ങനെയാണ്, ഏതൊക്കെ സ്ട്രക്ചർ വെച്ചിട്ടാണ് മൂവ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിലുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഹ്യൂമൻസിൽ നടക്കുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ്, നമ്മുടെ ബോഡിയിൽ കാണുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ബോഡിയിൽ കാണുന്ന മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബോഡി മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിങ്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ട്രീമിങ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിങ്ങനെ നീന്തുന്നുണ്ടാവുക. അതായത് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
സൈറ്റോപ്ലാസം ഉപയോഗിച്ചിട്ട് അതിലുള്ള കണ്ടൻസ് ഒക്കെ എല്ലാ ഭാഗത്തോട്ടേക്ക് എത്തിക്കുക. അതിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് വിളിക്കുന്നത്. ഹെൽപ്പ് ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസ് ത്രൂ ഔട്ട് ദി സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് വഴി സൈറ്റോപ്ലാസത്തിൻ്റെ എല്ലാ സ്ഥലത്തോട്ടേക്കും കമ്പോണൻസിനെ എത്തിക്കാനായിട്ട് നമ്മുടെ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് സഹായിക്കുന്നുണ്ട്. അടുത്ത വൺ ഈസ് സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ്. സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് കാണുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിലാണ് നമ്മുടെ സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് കാണുന്നത്. അതെന്തിനു സഹായിക്കുന്നുണ്ട്? ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫെൻസിനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലെജെല്ലാർ മൂവ്മെൻറ്റ്. നമ്മുടെ ഹ്യൂമൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പേമിൽ കാണുന്നത് നമ്മുടെ ഫ്ലെജെല്ലാർ മൂവ്മെൻ്റ് ആണ്. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്പേമാണ്. ഈ സ്പേമിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നതാണ്, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഫ്ലെജെല്ല എന്ന് വിളിക്കുക. ഈ ഫ്ലെജെല്ല അടിച്ചടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്പേം സെൽസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലെജെല്ലാർ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മൂവ്മെൻ്റ് ആണ് സീലിയറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിയറി മൂവ്മെൻറ്റ് നമ്മുടെ ട്രക്കിയിൽ നമ്മുടെ ശ്വാസമൊക്കെ പോകുന്ന ആ ട്രക്കിയ. ഈ ട്രക്കിയയിൽ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സീലിയേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ പാരമീസിയത്തിൽ കണ്ടില്ലേ, അതേപോലത്തെ ഹെയർ ലൈക്ക് ആയിട്ടുള്ള നല്ല കട്ടി കുറഞ്ഞ സ്ട്രക്ചർ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ സീലിയ എന്ന് വിളിക്കുക. ഈ സീലിയ എന്തിനാ സഹായിക്കണേന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ ആ വായുവിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീലിയ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സീലിയറി മൂവ്മെൻറ്റ് അതിനൊരു എക്സാമ്പിളാണ്. അടുത്തതാണ് മസ്കുലാർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എന്താണ്? മസിൽസ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ മസിൽസ് വഴി നടക്കുന്ന മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മസ്കുലാർ മൂവ്മെൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മസിൽ ടിഷ്യൂവിനെ പറ്റിയിട്ടും എത്ര ടൈപ്പ് മസിൽസ് ഉണ്ട് എന്ന് പറ്റിയിട്ടും പിന്നെ അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ട് പഠിക്കാം. പിന്നെ വോളണ്ടറിയും ഇൻവോളണ്ടറി മസിൽസും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി കുറച്ചും കൂടി ടോപ്പിക്ക് നമുക്ക് ആഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയും അടുത്ത ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. താങ്ക് യു.